കൊളസ്ട്രോൾ, ബി.പി, പ്രമേഹം കുറയ്ക്കാൻ പൊടിയരിക്കഞ്ഞി പ്രയോഗം. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ, എന്തിന് കുട്ടികളെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ. ഹൃദയധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഹൃദയാഘാതം വരെ വരുത്തുവാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഇത്. വ്യായാമക്കുറവും ഭക്ഷണശീലങ്ങളും എല്ലാം തന്നെ ഇതിന് കാരണമാകാറുണ്ട്. ഇതല്ലാതെ നമ്മുടെ ചില ജീവിതശൈലികളും. ഇത് ജീവിതശൈലി രോഗം കൂടിയാണ്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായി നാം ചെയ്യേണ്ട ഒന്ന് ഭക്ഷണശീലങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. ഇതിന് സഹായിക്കുന്ന ഒരു നാടൻ ഭക്ഷണ രീതിയെക്കുറിച്ച് അറിയാം. ഒന്നാമതായി ചുവന്ന അരി. അത് നമ്മുടെ പൊടിയരിയാണ് വേണ്ടത്. പൊടിയരിക്കഞ്ഞി തന്നെ. ചുവന്ന അരിയുടെ പൊടിയരി വേണം എടുക്കാൻ. അതിനൊപ്പം മുരിങ്ങയില, ഉലുവ, ചെറുപയർ എന്നിവയും ചേർക്കാം. പൊടിയരി പൊതുവെ ഔഷധമുള്ള ഒന്നായതുകൊണ്ട് തന്നെ അസുഖങ്ങൾക്ക് പരിഹാരമായി ഇത് ഉപയോഗിക്കാറുമുണ്ട്. തവിട് കളയാത്തത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. തവിട് കളയാത്ത ധാന്യങ്ങൾ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. പൊടിയരി ദഹിക്കുവാനും എളുപ്പമുള്ള ഒന്നാണ്. രണ്ടാമതായി ഉലുവ. ഉലുവ കൊളസ്ട്രോളിനും ബി.പിക്കും പ്രമേഹത്തിനുമെല്ലാമുള്ള മരുന്നാണ്. ഇത് പ്രമേഹം കുറയ്ക്കുവാൻ ഏറെ നല്ലതാണ്. കൊളസ്ട്രോൾ കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നീക്കുവാനും ഇത് ഗുണകരമാണ്. ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ പാൻക്രിയാസ് പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഇത് ഇൻസുലിൻ മെറ്റബോളിസം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഇത് പ്രമേഹം കുറയ്ക്കുവാനും തടി കുറയ്ക്കുവാനും സഹായിക്കുന്നു. മൂന്നാമതായി മുരിങ്ങയില. പല ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒന്നാണ് മുരിങ്ങയിലയും. വൈറ്റമിൻ എ, ബി, സി, വിറ്റാമിൻ ഇ, ഇരുമ്പ്, സിങ്ക് എന്നിവയുൾപ്പെടെ പല വൈറ്റമിനുകളും ധാതുക്കളും മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുവാനും സഹായിക്കുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ മുരിങ്ങയിലയിലുണ്ട്. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ മുരിങ്ങയിലയിൽ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയുന്നു. നാലാമതായി ചെറുപയർ. പല ആരോഗ്യ ഗുണങ്ങളും ഉള്ള ഒന്നാണ് ചെറുപയർ. രക്തത്തിലേക്ക് പ്രവഹിക്കുന്ന ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിലെ ഗ്ലൈസമിക് സൂചിക 38 മാത്രമാണ്. അതിനാൽ തന്നെ പ്രമേഹത്തിന് നല്ലൊരു മരുന്നാണിത്. അതുപോലെ തന്നെ ബി.പി കുറയ്ക്കുവാനും ഇത് ഏറെ നല്ലതാണ്. ഇതിലെ മഗ്നീഷ്യം പോലുള്ളവയാണ് ഇതിനായി സഹായിക്കുന്നത്. ഇതിലെ പൊട്ടാസ്യവും ബി.പി കുറയ്ക്കുവാൻ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളിൽ നിന്നുള്ള കേടുപാടുകൾ തടയുകയും ചെയ്യുന്നു. ഇവയെല്ലാം ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി എല്ലാ മാസവും അടുപ്പിച്ച് 7 ദിവസം രാത്രിയിൽ കഴിക്കാം. കൊളസ്ട്രോൾ, ബി.പി, പ്രമേഹ രോഗങ്ങൾക്ക് പരിഹാരം മാത്രമല്ല, പല ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടി നൽകുന്ന ഒന്നാണിത്.